Hi friends, welcome back to my channel. I am Manjusree. Today I am making Kerala style Pacha Manga Achar. നമുക്കറിയാം ഇത് മാങ്ങയുടെ സീസൺ ആണ്. അപ്പോൾ ഇഷ്ടംപോലെ നല്ല ഫ്രഷ് മാങ്ങ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് ഈ രീതിയിലൊന്ന് അച്ചാറിട്ട് നോക്കൂ ട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലാണ് ഇനി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അല്ലേ. ഇതേപോലത്തെ 3 പച്ചമാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങയാണ്. ഇതിൻ്റെ തോലിന് വളരെ കട്ടി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോലോട് കൂടെ തന്നെയാണ് മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയോടെയാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുന്ന മാങ്ങയ്ക്ക് തോലിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ തോല് കട്ട് ചെയ്തിട്ട് അരിഞ്ഞെടുക്കാം. അല്ലാതെ തോലിന് കട്ടി കുറവുള്ള മാങ്ങയാണെങ്കിൽ ഇതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1-2 മണിക്കൂർ നമുക്കൊരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ മാങ്ങയിൽ നിന്ന് വെള്ളം നന്നായിട്ട് റിലീസാവാൻ തുടങ്ങും. അതിന് ശേഷമാണ് നമ്മൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. അടി കട്ടിയുള്ള ഒരു പാത്രമാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കടുകെണ്ണ അതിന് പകരം എള്ളെണ്ണയോ ഒക്കെ അച്ചാറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ നമ്മളിതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കും. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴാണ് നമ്മളതിലേക്ക് 5 വെളുത്തുള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ അച്ചാറിനകത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്ത ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഞാൻ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്തല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ഫ്ലെയിം നന്നായിട്ട് ലോ ചെയ്യുക. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കി കൊടുക്കുക. മുളകൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർക്കുന്നത് അച്ചാറിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാൻ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം നമ്മൾക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ വിനെഗറിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ബോയിലായിട്ട് വരുമ്പോൾ ഇതിൻ്റെ കളറിന് വരുന്ന ചേഞ്ചസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു ലൈറ്റ് കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബോയിലായിട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഇനി മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ബോയിലായി തുടങ്ങി. അപ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തുനിന്ന് വെള്ളം ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. മാങ്ങയുടെ കൂടെ വെള്ളം റിലീസാവുന്നുണ്ട്. രണ്ടും കൂടെ നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ബോയിൽ ചെയ്യാൻ വെച്ചേക്കരുത്. അങ്ങനെ വെച്ചാൽ ഈ മാങ്ങ വെന്ത് പോവും. അപ്പോൾ നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ് ജാറിലേക്ക് ഫില്ല് ചെയ്യേണ്ടത്. ആ കാര്യം ശ്രദ്ധിക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ അഴുക്കായി പോകും.
കടുമാങ്ങ അച്ചാർ ഇവിടെ നന്നായി തണുത്തിട്ടുണ്ട്. ഞാനതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ്. നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അച്ചാർ കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പെട്ടെന്നൊന്നും കേടായിട്ട് പോവില്ല. അതേപോലെ നമ്മൾ എടുക്കുന്ന ഗ്ലാസ് ജാർ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ജാർ ആയിരിക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ അച്ചാർ നമുക്ക് കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.